ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുപോലെയുള്ള അധിക്ഷേപങ്ങളിലൂടെ വളർന്നു വന്ന ഒരു ലോക നേതാവാണ്. അതായത് ജിമ്മി ജെയിംസ് മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ഉള്ള ആൾക്കാർ മോദിയെ ആക്ഷേപിച്ചിട്ടേയുണ്ട്. നമുക്ക് പഴയ ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചെടുക്കാം. അതായത് അമേരിക്കയിൽ പോകാൻ നരേന്ദ്രമോദി ചിന്തിക്കാതിരുന്ന ഒരു കാലഘട്ടം. അന്ന് അമേരിക്കൻ വിസ നരേന്ദ്രമോദിക്ക് നിഷേധിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അമേരിക്കയിൽ കടക്കാൻ പറ്റില്ല, അമേരിക്കൻ വിസ നരേന്ദ്രമോദിക്ക് നിഷേധിച്ചു. ഇതായിരുന്നു വാർത്ത. അവസാനം അദ്ദേഹം അത് പ്രതികരിച്ചില്ല. അവസാനം ആൾക്കാര് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോട് കുത്തി ചോദിച്ചു, അതെന്താ അന്ന് പ്രതികരിക്കാനും? അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്, അമേരിക്കയിൽ പോകാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, ഞാൻ വിസയ്ക്ക് അപേക്ഷിച്ചിട്ടില്ല, എനിക്ക് വിസയും വേണ്ട, അമേരിക്കയിലും പോകണ്ട. അങ്ങനെയുള്ള ഒരു കാലത്ത് അമേരിക്കൻ വിസ എനിക്ക് നിഷേധിച്ചു എന്ന് പറയുന്ന വാർത്തയോട് ഞാനെന്തിന് പ്രതികരിക്കണം? ഇത് ആണ് നരേന്ദ്രമോദിയുടെ ചരിത്രം. എത്രമാത്രം അദ്ദേഹം എതിർക്കപ്പെടുന്നോ, വിമർശിക്കപ്പെടുന്നോ, ആക്ഷേപിക്കപ്പെടുന്നോ അത്രമാത്രം അദ്ദേഹം വളരുകയാണ് ചെയ്തത്. ചായക്കടക്കാരൻ എന്ന അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ വിശേഷിപ്പിച്ചതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറിയത്. അദ്ദേഹം അത് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞാനൊരു ചായക്കടക്കാരനാണ്. ആ ചായക്കടക്കാരന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്തണമെങ്കിൽ കോൺഗ്രസിലൂടെ സാധിക്കില്ല, അതിന് BJP തന്നെ വേണം. ഇതായിരുന്നു മറുപടി. ഇവിടെ ഈ മീഡിയ വൺ ഉദ്ദേശിക്കുന്നത് അവര് ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. സ്വന്തം സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനില്ല, വാടക കൊടുക്കാനില്ല, ഏതാണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി. അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് നരേന്ദ്രമോദിയെ 4 ചീത്ത പറയുക എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും പ്രബുദ്ധ മലയാളി പിന്നെ അതെടുത്ത് ചർച്ച ചെയ്തോളും. അപ്പോൾ നമുക്ക് വ്യൂവർഷിപ്പ് കൂടും. അങ്ങനെ മരണശയ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചാനലിൽ നിന്നും പിടഞ്ഞെഴുന്നേക്കാൻ അവസരം കിട്ടിയെങ്കിലോ എന്നൊക്കെ ഉപയോഗിച്ചുള്ള ഒരു തന്ത്രമാണ്.